പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഡോണ സാജു. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെമ്മന്തൊട്ടി സെൻറ്റ് ജോർജ് ഫോറൈൻ ഇടവാംഗമാണ്. ആദ്യമേ തന്നെ സാക്ഷ്യം പറയുന്ന അവസരം തന്ന നീശോപ്പായ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു. ഞാൻ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷത്തിന് സാക്ഷിയാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 മെയ് 20 ഉടമ്പടി എടുക്കാനുള്ള റീസൺ എൻ്റെ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഈശോനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത് യേശുപിതാവിനോടായിരുന്നു. ഞാൻ ഈസിയും പഠിക്കുന്ന സമയത്തൊക്കെ കിടന്നുറങ്ങുന്ന യേശുപിതാവിൻ്റെ സ്റ്റാച്ചു ഒക്കെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നില്ല. എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ഒരു ഇന്നർ ഡിവോഷൻ എനിക്ക് മാതാവിൻ്റെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് തോന്നലുണ്ടായി, എനിക്ക് ഉടമ്പടി എടുക്കാം, അങ്ങനെയാണെങ്കിൽ ഡെയിലി എനിക്ക് കൊന്ത ചെല്ലാലോ എന്നൊരാഗ്രഹം എനിക്ക് പെട്ടെന്ന് കയറി വന്നു. ഉടമ്പടിയിലേക്ക് വരാനുള്ള വഴി ഞാൻ പറയാം. അതിന് മുമ്പേ തന്നെ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കുറേ മരിയം പ്രശംസകൾ കിട്ടാൻ തുടങ്ങി. അതായത് ഞാൻ ഉടമ്പടി ഫസ്റ്റ് ടൈം തീർത്ഥാടന ഉടമ്പടിയാണ് എടുത്തത്. ആ സമയത്ത് ഞാൻ മൈസൂരിൽ ജർമ്മൻ പഠിക്കുമായിരുന്നു. അപ്പം ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഞാൻ ഇനിയത് നോർമലി എൻ്റെ ബെഡിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ കൊന്ത ചെല്ലി. അതിൻ്റെ പെട്ടെന്ന് ഒരു 4-5 ദിവസമൊക്കെ ഇപ്പം തോന്നി എന്തായാലും കൊന്ത ചെല്ലണമല്ലോ, എന്നാൽ പിന്നെ ഒരു തിരിയിലും കത്തിച്ച് മുട്ടുകുത്തി കൈയൊക്കെ വിരിച്ച് കൊന്ത ചെല്ലാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയിട്ട് കടയിൽ പോയിട്ട് നോർമൽ നമ്മുടെ വൈറ്റ് ക്യാൻഡിൽസ് തന്നെ മേടിച്ചിട്ട് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ചെറിയൊരു പ്രെയർ ഹോൾ ഉണ്ട്. അപ്പം ഞാൻ അവിടെ പോയി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 4ാമത്തെ രഹസ്യമൊക്കെ എത്തിയപ്പോഴത്തേക്കും നോക്കുമ്പോൾ തിരി ഭയങ്കരമായിട്ട് ആളിക്കത്തുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പം ഒരു ഭയങ്കര ഹാർട്ട് ഷേപ്പ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തിറങ്ങി എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. അവരെല്ലാവരും വന്നിട്ട് അവരുടെ ഫോണിൽ ഫോട്ടോസ് എടുത്തു. പിറ്റേ ദിവസം ഞാൻ വൈകുന്നേരം ആകാൻ വേണ്ടി നോക്കിയിരുന്നു. വൈകുന്നേരം അപ്പോൾ ഞാൻ കൊന്ത ചെല്ലിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു അടിപൊളി പൂവ് വന്നു കൊന്ത ചെല്ലുന്ന സമയത്ത്. എന്നാൽ കൊള്ളാമല്ലോ, എന്നാൽ ഞാൻ ഓർത്തു പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ആകെ നോക്കിയിരുന്നു. അങ്ങനെ ചെല്ലിയപ്പം ആദ്യം ഒരു പൂ വന്നു, ബാക്കിൽ കൂടെ വേറൊരു പൂ വന്നു. പിറ്റേ ദിവസം കൊന്ത ചെല്ലിയപ്പം ഒരു വലിയ പൂ, അതിന് നടുക്ക് ഒരു വെള്ള മാതാവും. ഏത് മാതാവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ നമ്പർ 13 ഒരു മാതാവായിരുന്നു. അങ്ങനെ ഡെയിലി എനിക്ക് വരാൻ തുടങ്ങി. ഓൾമോസ്റ്റ് ഫോണിൽ ഫോട്ടോസും കൊണ്ട് എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫോൺ ഫുള്ളായതുകൊണ്ട് ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു കൃപാസന മാതാവിൻ്റെ. അങ്ങനെ ഫോട്ടോസ് ഫുൾ അതിൽ സേവ് ചെയ്യാൻ തുടങ്ങി. ലേറ്റ് ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ ഡിവൈൻ മിറാക്കിൾസ് എന്നൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഫോട്ടോസ് ഫുൾ അതിൽ സേവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വേറൊരു മരിയം പ്രസൻസ് ആയിരുന്നു. അതായത് ഞാൻ ഡിസംബർ 7 എനിക്കിവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ റൂമിൽ വെച്ചിട്ട് ഫുൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്തു. എന്നിട്ട് 2 മണിയായപ്പോഴത്തേക്കും ഞാൻ കൊന്ത എല്ലാം തുടങ്ങി. 2:30 ഞാൻ നീലത്തിരി കത്തിച്ചിട്ട് കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷൻ്റെ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. കുറച്ച് നോക്കുമ്പം അപ്പം തന്നെ തിരി ഭയങ്കരമായിട്ട് ആളിക്കത്തി. അപ്പം ഞാൻ ഓർത്ത് മേ ബി പൂവ് ഹാർട്ട് എന്തെങ്കിലും വരാനായിരിക്കുന്നു, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. തിരിയിലെ സൈഡിൽ മാതാവിൻ്റെ സ്റ്റാച്ചു വന്നു. അങ്ങനെ ഡിസംബർ 7 ഉച്ചയ്ക്ക് 2:30 മാതാവിൻ്റെ തിരിയിൽ വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. മാതാവ് കുറേ പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ മാതാവിന് വലിയൊരു സ്റ്റാച്ചു വന്നു. അന്നത്തെ മാതാവിൻ്റെ കണ്ണടക്കം ശരിക്കും തിരിയും. അത് കഴിഞ്ഞിട്ട് പച്ചത്തിരിയിൽ കുറേ പ്രാവശ്യം സിൽവർ കളർ ഗ്രേ മാതാവ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ മരിയൻ പ്രസൻസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ മരിയൻ പ്രസൻസ് ആയിരുന്നു. ഞാൻ തിരുവല്ലയിൽ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് ഞാൻ മാതാവിന് ഒരു സ്റ്റാച്ചു കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഒരു പകൽ ഒരു 5:20 സംതിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ആരോ വന്നതിന് കൈ വന്ന ഒറ്റ അടി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്നെ അടിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ കുറച്ച് മാറിയാണ് റൂമിൽ താമസിക്കണേ. അപ്പം എനിക്ക് ഞാനൊരു ഉറക്കക്കാരിയാണ്. ആരെങ്കിലും ഉറക്കത്തിൽ വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പിന്നെ കണ്ണടച്ച് കണ്ടുറങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കൈ വന്ന് എൻ്റെ വയറിൽ വന്ന് പിടിച്ചു. എന്നെ കെട്ടിപ്പിടിക്കുന്ന രീതിയിൽ വന്ന് കൈ വന്ന് പിടിച്ചു. പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീറ്റു. സമയം നോക്കുമ്പോൾ 5:30 മാതാവ് എന്നെ പ്രെയർ എല്ലാം വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ 5:30 ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി. ഞാൻ ഡെയിലി പള്ളി പോകാറുണ്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ മരിയൻ പ്രസൻസ് കിട്ടി. അതേപോലെ തന്നെ എനിക്ക് കുറേ പ്രാവശ്യം സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ജനുവരി 26 ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഞാൻ കെയർ ഹോമിൽ ഡെയിലി മിക്ക ആഴ്ചയും പോകാറുണ്ട്. അങ്ങനെ അവിടെ ഇപ്പോൾ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഭയങ്കര വെയിലായിരുന്നു. ഞാനൊരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പറഞ്ഞു, മാതാവേ 56 പത്രം എൻ്റെ കയ്യിലുണ്ട്, എങ്ങനെ കൊടുത്തു തീർക്കുമെന്ന് എനിക്കറിയില്ല, അർഹതപ്പെട്ടവരെ മാതാവിന് മുന്നിൽ കൊണ്ടേ തരണം എന്ന് പറഞ്ഞു. ഞാൻ പറയലും പെട്ടെന്ന് മുല്ലപ്പൂവിൻ്റെ മണം ഒരു 5 മിനിറ്റത്തേക്ക് എനിക്കുണ്ടായിരുന്നു. അന്നേ ദിവസം തന്നെ എനിക്ക് 56 പത്രം കൊടുത്തു തീർക്കാനും പറ്റി. അതേപോലെ തന്നെ ഞാൻ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കോൺവെൻറ്റിൽ എന്ന സമയത്ത് അപ്പം ഞാൻ ടെറസിൽ ഇരുന്ന് പഠിക്കുമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു, എടി എങ്ങനെ ഈ കാരുണ്യപ്രവൃത്തിയിൽ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു.
അപ്പം ഞാൻ അവൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് മുല്ലപ്പൂവിൻ്റെ മണം വന്നു. അതും ഓൾമോസ്റ്റ് 5 മിനിറ്റത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ മരിയൻ പ്രസൻസിൽ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൊന്ത ചെല്ലാത്ത എന്നെ മാതാവ് കൊന്ത ചെല്ലാൻ വലിയൊരു കൃപാവരം മാതാവ് തന്ന് എന്നെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് ഡിസിഷൻ എടുക്കുന്ന മുമ്പ് ഞാൻ മാതാവിന് ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞാൻ ധ്യാനമൊക്കെ കൂടി കുമ്പസാരിച്ച് നല്ല അരൂപിലായിരിക്കുന്ന സമയത്ത് ഞാൻ ബൈബിളൊക്കെ എടുത്തു. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകണോ വേണ്ടിയോ? അപ്പം ബൈബിൾ തുറന്നപ്പം കിട്ടിയ വചനം ലൂക്ക 8:48, മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. അങ്ങനെ ഈശോ എന്നോട് പൊക്കോളം പറഞ്ഞു. ആ ഒരു ബേസിൽ ഞാൻ ജർമ്മൻ മൈസൂരിലാണ് പഠിക്കാൻ കയറിയത്. അപ്പം ഡെയിലി എനിക്ക് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വാർഡിനോട് ചോദിച്ചു, മാം എനിക്ക് ഡെയിലി പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് പെർമിഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാനേജർ തരുവാണെങ്കിൽ മാത്രമേ ഡെയിലി പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മാനേജറിന് വേണ്ടി ലെറ്റർ എഴുതി. അങ്ങനെ പുള്ളിക്കാരൻ സമ്മതിച്ചു, ഡെയിലി പള്ളി പൊക്കോളം പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും ഞങ്ങൾ ഡെയിലി പള്ളി പോകുമായിരുന്നു. അങ്ങനെ പള്ളി പോകുമായിരുന്നെങ്കിലും ഞാൻ കൊന്ത ചെല്ലാറില്ലായിരുന്നു. മൈസൂർ എത്തിക്കേണ്ടത് ഞാൻ 2-3 ദിവസം കൊന്ത ചെല്ലുമ്പോൾ പിന്നെ അതോടെ കൊന്ത നിർത്തിയതാണ്. അപ്പം മെയ് ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം വരാൻ തുടങ്ങി. അതായത് കൊന്ത ചെല്ലാൻ പറ്റുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനി ഉടമ്പടി എടുക്കുവാണെങ്കിൽ കൊന്ത ചെല്ലാമല്ലോ എന്ന് തോട്ട് മെയ് ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പം വന്നു. പക്ഷേ ഉടമ്പടി എടുക്കണമെങ്കിൽ എപ്പം പറ്റും, സാഹചര്യം സന്ദർഭം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി എനിക്ക് ഉടമ്പടി എടുക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പം മമ്മി പറഞ്ഞു, നിനക്ക് മാതാവ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ മാതാവ് തന്നെ നിനക്ക് സമയം എല്ലാം നിനക്ക് സെറ്റാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് സെക്കൻഡ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് A2ൻ്റെ എക്സാം ഉണ്ടായിരുന്നു. A2ൻ്റെ എക്സാം യൂഷ്വലി നമുക്ക് എല്ലാ എക്സാംസും ഫ്രൈഡേസാണ് അവർ കണ്ടക്ട് ചെയ്യാറ്. എന്നിട്ട് സാറ്റർഡേയും സൺഡേസും നമുക്ക് ലീവ് തരും. അഗെയിൻ മൺഡേ തൊട്ട് ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇരുന്ന പതിവ്. അങ്ങനെ എൻ്റെ A2ൻ്റെ എക്സാം ഒരു ഫ്രൈഡേ ആയിരുന്നു. ഈവനിങ് ആയപ്പോഴത്തേക്കും റിസൾട്ട് അനൗൺസ് ചെയ്തു. അപ്പോഴത്തേക്കും മാനേജർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരാഴ്ച ലീവ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ ആദ്യമേ വെച്ച് പറ്റിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ശരിക്കും ഒരാഴ്ച നിങ്ങൾക്ക് ലീവ് തന്നിച്ചു. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ആർക്കും ഇതുവരെ ഒരാഴ്ച ലീവ് കൊടുത്തിട്ടില്ല. അങ്ങനെ മമ്മി എന്നോട് പറഞ്ഞു, നിനക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി മാതാവ് സമയം തന്നാണ്. അങ്ങനെയാണ് മെയ് 20 കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ മൈസൂർ പോയപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഹാർട്ടും പൂവും തരാൻ തുടങ്ങിയതും. മാതാവ് കൊന്ത ചെല്ലാൻ വലിയൊരു കൃപാവരം തന്ന മാതാവ് അങ്ങനെയായിരുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, അതേപോലെ തന്നെ മൈസൂർ പഠിക്കുന്ന സമയത്ത് കുറേ കഴിഞ്ഞപ്പം കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. കുറേ പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, മാതാവ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യണം. അപ്പം ഞാൻ മാതാവ് ചോദിച്ചു, മാതാവേ ഞാൻ പോകണമെന്നാണെങ്കിൽ തിരിയിൽ പൂവ് തരണം, അവിടെ നിൽക്കണമെന്നാണെങ്കിൽ മാതാവ് എനിക്ക് ഹാർട്ട് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ ദിവസമൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാൻ നോക്കും ഭയങ്കര നല്ലൊരു പൂവ് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോകണം തന്നെയാണ്. അങ്ങനെ അന്ന് തന്നെ ഞാൻ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി വെച്ചു. അക്കോമഡേഷൻ ഒന്നും സെറ്റായില്ല. അതൊക്കെ മാതാവിന് വിട്ടു കൊടുത്തിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തിരുവല്ലയ്ക്ക് അങ്ങനെ യാത്രയായി. തിരുവല്ല എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹോസ്റ്റലുണ്ട്, ഫുൾ ഫില്ലാന്ന് പറഞ്ഞു. പിന്നെ ഒരു കോൺവെൻറ്റ് ഉണ്ട്. പക്ഷേ കോൺവെൻറ്റ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ അയൺ ചെയ്യാനും പിന്നെ ചാർജറാണെങ്കിൽ ഒരു പ്ലഗ് മാത്രമേ കോമൺ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നിന്നില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറേ PGs അന്വേഷിച്ച് നടന്നു. ഒരു PGസും ഒന്നും സെറ്റായില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞു, എടാ സാറില്ല, എനിക്ക് കോൺവെൻറ്റിൽ തന്നെ പോയി താമസിക്കാം, എന്നാലും കുറച്ച് നാളും കൂടെ ഇല്ലുള്ളൂ, താമസിക്കാം എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവൾ സമ്മതിച്ചു. അങ്ങനെ ഞാൻ അവളും കൂടെ തിരിച്ച് കോൺവെൻറ്റിൽ പോയി സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്ററെ ഞങ്ങൾക്ക് റൂം വേണം. അപ്പം പറഞ്ഞു, ഒരു ഡോർമെറ്ററി അവൈലബിൾ ആണ്, പിന്നെ ഒരു റൂം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നോക്കി ആ റൂം ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ ഞങ്ങളെ ആ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡോർ തുറന്നപ്പോഴത്തേക്കും ഷെൽഫിൽ കൃപാസന മാതാവിന് വലിയൊരു ഫോട്ടോ ആയിരുന്നു. അപ്പം മനസ്സിലായി മാതാവായിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയതാണെന്ന് മനസ്സിലായി. അങ്ങനെ തിരുവല്ലത്തെ സ്റ്റേ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് November 4th എൻ്റെ B2ൻ്റെ ഫസ്റ്റ് എക്സാം ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തു. ബാംഗ്ലൂരായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ബാംഗ്ലൂർ ഇപ്പോൾ എക്സാം എഴുതി. ജർമ്മൻ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ കോഡും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ എക്സാം സമയത്ത് എനിക്ക് കോഡൊന്നും ചോദിച്ചില്ല. എനിക്ക് ആകെ സങ്കടം. ഞാൻ ആ സമയത്ത് വിശുദ്ധ തൈലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കൃപാസന ഉപ്പ് ഞാൻ വിശ്വാസപ്രമ ചൊല്ലി മാതാവിന് വിട്ടുകൊടുത്താണ് ഞാൻ എക്സാം എഴുതിയത്. എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം എല്ലാവരും പറഞ്ഞു എല്ലാവരും കോഡ് വന്നു, എനിക്ക് മാത്രം ഒന്നും വന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. അത് കഴിഞ്ഞിട്ടിപ്പോൾ സ്പീക്കിംഗ് എക്സാം ഒക്കെ ഞാനത് ഇനിയിപ്പോൾ അടിപൊളി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പാർട്ട്ണർ ഒരു രീതിയിലും എനിക്ക് സഹകരിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ആകെ ഫുള്ള് സങ്കടമായി. അപ്പം ഞാനത് സാരമില്ല, ഡെയിലി ഞാൻ കൊന്തയില്ലുമ്പോൾ എനിക്ക് എപ്പോഴും ഹാർട്ട് ഇപ്പോൾ ഡെയിലി വരും കേട്ടോ. ഒരു ദിവസം പോലും മുടക്കമില്ലാണ്ട് ഡെയിലി എനിക്ക് വരുന്നുണ്ട്. മാതാവാണെങ്കിലും
സിൽവർ ഗ്രേ മാധവ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പം ഞാൻ ഒരു സാരമില്ല, ഇനിയിപ്പോൾ മാധവ് എക്സാം പാസ്സാക്കിക്കോളും എന്ന് വിചാരിച്ചു. അങ്ങനെ നവംബർ 30 ഞാൻ ഒരു വലിയ സ്വപ്നം കണ്ടു. അതായത് ഒരു വലിയ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഞാനും എൻ്റെ ഫ്രണ്ടും നിൽക്കുന്നു. എൻ്റെ അവിടെ ഫെയിലൊന്നും കാണിച്ചു, ഫ്രണ്ടിന് അവിടെ നിന്ന് 1 മാർക്കിന് അവൾ പാസ്സാകുമെന്ന് കാണിച്ചു. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റു. നോക്കുമ്പോൾ സമയം 2:55 രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ പള്ളിയിൽ പോയി. എല്ലാം കഴിഞ്ഞപ്പം ഈ സ്വപ്നം എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു 3 മണിയപ്പോൾ ഞാൻ കർണക്കൊന്ത എല്ലി. അതിൻ്റെ ഒരു കൊന്ത എല്ലിയപ്പോഴത്തേക്കും മാതാവ് ഒരു അടിപൊളി ഹാർട്ട് എനിക്ക് തന്നു. അപ്പോൾ മനസ്സിലായി മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, സാരമില്ല എന്ന് ഞാൻ വിചാരിച്ചു. അന്ന് വൈകുന്നേരം 4 മണിയായപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു റിസൾട്ട് അനൗൺസ് ആയിട്ടുണ്ട്, മെയിൽ ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഫുൾ മൊഡ്യൂൾ ഫെയിലായി, എൻ്റെ ഫ്രണ്ട് 1 മാർക്കിനും പാസ്സായി. അപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജ് ടോപ്പറൊക്കെ ആയിരുന്നു. എനിക്ക് തോൽവി എനിക്ക് ലൈഫിൽ അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് പെട്ടെന്ന് ഭയങ്കര സങ്കടമായി. പിറ്റേ ദിവസം ഞാൻ ഉടമ്പടി ധ്യാനം കൂടിയപ്പം അച്ഛൻ അന്നത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉടമ്പടി ഭയങ്കര വിശ്വസ്തയോടെ പാലിക്കുന്ന ആൾക്കാർക്ക് ആദ്യകാലങ്ങളിൽ അടയാളങ്ങൾ ഉണ്ടായിരിക്കില്ല. കാരണം ദൈവത്തിന് അറിയാം അവർക്ക് എത്ര തോൽവിയും സങ്കടം കൊടുത്താലും അവർ ദൈവത്തെ വിട്ടു പോകില്ല എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈ തോൽവി കിട്ടുന്നതെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ ഇരുന്നു. അന്ന് തോറ്റ ദിവസം തന്നെ എനിക്ക് നെക്സ്റ്റ് ഡേറ്റ് ബുക്ക് ചെയ്യാൻ ഒരു സെൻറ്റർ കിട്ടി. കൊച്ചിയിലെ എക്സാം എനിക്ക് കിട്ടി. December 9 ആയിരുന്നു എക്സാം. ഫസ്റ്റ് എക്സാം ഇതൊരു ചൊവ്വാഴ്ചയായിരുന്നു, സെക്കൻഡ് എക്സാം കിട്ടിയത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അങ്ങനെ അതേപോലെ ഉടമ്പടി ഉപ്പും തൈലും ഉപയോഗിച്ച് എക്സാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടു, ലൈക്ക് എക്സാം മൊത്തം ഫെയിലാകുന്ന സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം കണ്ടു എക്സാം മൊത്തം പാസ്സാകുന്നു കണ്ടു. അങ്ങനെ ജനുവരി ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും റിസൾട്ട് വന്നു. എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി, 1 മൊഡ്യൂൾ ഫെയിൽ ചെയ്യും. അപ്പോഴത്തേക്കും കുഴപ്പമില്ല, 3 മൊഡ്യൂൾ കിട്ടിയില്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്പീക്കിംഗ് മാത്രം ഇനിയിപ്പം സ്ലോട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ടെൽക്ക് എക്സാം ആയിരുന്നു അറ്റൻഡ് ചെയ്തത്. അപ്പം ഞാൻ നോക്കുമ്പം സ്പീക്കിങ്ങിന് മാത്രമാണെങ്കിൽ ഫുൾ മൊഡ്യൂൾ അതേ റേറ്റ് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പോൾ കൊല്ലത്ത് ഞാൻ നോക്കുമ്പോൾ 23,000 ഓൾമോസ്റ്റ് അടയ്ക്കണം. അപ്പോൾ ഞാൻ മാതാവ് ഇനിയിപ്പം ഫുൾ മൊഡ്യൂൾ പൊട്ടുന്നതും ഈ 1 മൊഡ്യൂൾ പൊട്ടുന്നതെല്ലാം ഒരേപോലെ പോയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് അടുത്തായിട്ട് ഒരു സെൻറ്റർ ഉണ്ട്. പക്ഷേ അവിടെ ഫുൾ മൊഡ്യൂൾ മാത്രമേ അവിടെ ഉള്ളൂ, അവിടെ പാർഷ്യൽ മൊഡ്യൂൾ എക്സാംസ് ഇല്ല. അപ്പോൾ അന്ന് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, ലൈക്ക് മാം പാർഷ്യൽ മൊഡ്യൂൾ സ്പീക്കിംഗ് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, ഇതൊരും സ്ലോട്ട് ഓപ്പൺ ആയിട്ടില്ല, മീൻസ് ഓപ്പൺ ആവുകയാണെങ്കിൽ തന്നെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി, വെബ്സൈറ്റിൽ കാണിക്കും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഇത് രണ്ടും കൽപ്പിച്ച് കൊല്ലത്ത് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പപ്പ എന്നോട് പറഞ്ഞു, സാറിൽ നീ ചുമ്മാ വെബ്സൈറ്റ് നോക്ക്, ചിലപ്പോൾ ഇനിയിപ്പോൾ ഓപ്പൺ ആയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഓപ്പൺ ആയപ്പം സ്പീക്കിൻ്റെ സ്ലോട്ട് അവിടെ ഓപ്പൺ ആയി. അതും 9,500 മാത്രം ജസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് ഡേറ്റിന് ബുക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ദിവസം നോക്കിയപ്പോൾ അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുമ്പോൾ 2:30 സമയം. ഫസ്റ്റ് എക്സാം എഴുതി ചൊവ്വ, സെക്കൻഡ് എക്സാം എഴുതി ചൊവ്വ, തേർഡ് എക്സാം എഴുതി ചൊവ്വ. ഞാൻ ചൊവ്വാഴ്ച പ്ലാൻ ചെയ്ത എക്സാം ഇതൊന്നുമല്ല, പക്ഷേ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ചൊവ്വയായി പോകുന്നതാണ്. അങ്ങനെ തേർഡ് എക്സാം ഞാൻ വീട് തൊട്ട് ആ ഒരു സെൻറ്റർ വരെ ഉടമ്പടി ഉപ്പിട്ടിട്ടാണ് ഞാൻ പോയി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ഒന്നും പഠിച്ചില്ല, ഞാൻ ആദ്യം കംപ്ലീറ്റ്ലി വിട്ടു കൊടുത്തു. അങ്ങനെ ഫെബ്രുവരി 10 ആയപ്പോഴത്തേക്കും മെയിൽ വന്നു, എനിക്ക് 75-ൽ 73 മാർക്ക് തന്ന മാതാവിനെ അനുഗ്രഹിച്ചു. അത് ഫെബ്രുവരി 10 ആണ്. അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 10 ഞാൻ പ്രാർത്ഥിച്ച ഡിസിഷൻ. ഈശ്വരനോട് പറഞ്ഞല്ലോ, മകളും വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്ത് പോവുക. അതെനിക്ക് കിട്ടിയ വചനം കഴിഞ്ഞ വർഷം ഫെബ്രുവരി 10. ഈ വർഷം ഫെബ്രുവരി 10 ആയപ്പം ഞാൻ കംപ്ലീറ്റ് മൊഡ്യൂളും പാസ്സായി. അങ്ങനെ അമ്മമാതാവും ഈശോപ്പയും 1000 നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. പിന്നീടുള്ളത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയതാണ്. അതായത് ജനുവരി ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പം ടെസ്റ്റ് ഡ്രൈവിന് തലേ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് പനിയും ജലദോഷവും ചുമയൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എനിക്ക് പീരിയഡ്സും കൂടെ ആയി. ആകെ എനിക്ക് വയ്യണ്ടായി, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, കാറിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഫസ്റ്റ് എച്ച് ആയിരുന്നു. എച്ച് എടുക്കുമ്പോൾ ഒരു സൈഡിലോട്ട് കുഴപ്പമില്ലായിരുന്നു. പിറ്റേ സൈഡിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ റിബൺ തട്ടി, കുറച്ച് മുമ്പ് ഞാൻ കമ്പിയും തട്ടി. അപ്പോൾ എന്തായാലും ഞാൻ ഫെയിലായല്ലോ. ഞാൻ തിരിച്ച് ബാക്കോട്ട് വന്നു. അതുകൊണ്ട് ഞാൻ കാറിന് ഇറങ്ങാൻ തുടങ്ങിയപ്പം പഠിപ്പിച്ച സാറ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോൾ ഇത്രയും ദിവസം മോൾ മര്യാദ ഓടിച്ചല്ലേ, ഇന്ന് എന്നാ കാട്ടിക്കൂട്ടിയെന്ന് ചോദിച്ചു. പിന്നെ മോൾക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ് സാറ് ഒരു പോക്ക് പോവുകയും ചെയ്തു. എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ അപ്പം തന്നെ ഞാൻ പുറത്തിറങ്ങി പോലീസിനെ അടുത്ത് പോയി. പോലീസ് എന്നെ ഭയങ്കരമായിട്ട് ചിരിച്ചു കാണിക്കും, എന്നാന്ന് എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് ചിരിച്ചു കാണിച്ചു. എന്നിട്ട് എന്നോട് നേഴ്സാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ നേഴ്സാണെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എനിക്ക് ആ പേപ്പർ വന്നിട്ട് പറഞ്ഞു പൊക്കോന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ പഠിപ്പിച്ച സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോൾ എന്തേ കാട്ടിക്കൂട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ആ പോലീസുകാരന് എന്തോ കാരണം തോന്നിയിട്ട് മോളെ പാസ്സാക്കിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ
ഞാൻ പാസ്സായി. എങ്ങനെയാണ് പാസ്സായെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം റൂൾസൊക്കെ ഞാൻ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ആ ഒരു കമ്പി തട്ടി എല്ലാവരും അവിടെ ഫെയിലാക്കി, എന്നെ മാത്രം ഒന്ന് പാസ്സാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ റോഡ് എടുക്കുന്ന സമയത്തും കുറച്ച് തെറ്റുണ്ടായിരുന്നു. പക്ഷേ പോലീസുകാരൻ എന്തോ മാതാവിന് അനുഗ്രഹത്താൽ അതും എനിക്ക് പാസ്സാക്കി തന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇതേപോലെ തന്നെ കാരുണ്യപ്രവർത്തനം, പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ മൈസൂർ എന്ന സമയത്ത് ലൈക്ക് എവിടെ അങ്ങനെ കാരുണ്യപ്രവർത്തി ചെയ്യാൻ ഭയങ്കര റെസ്ട്രിക്റ്റാണ്. കാരണം കർണാടകയിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാൻ ഗൂഗിൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കുറേ കെയർ ഹോംസും കാര്യങ്ങളും കണ്ടു. അങ്ങനെ ആയുഷ്മാൻ ഹെൽത്ത് കെയറിന് ഒരു സെൻറ്റർ ഞാൻ മൈസൂർ കണ്ടു. അപ്പോൾ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഊബർ പിടിച്ച് അങ്ങോട്ട് പോയി. രണ്ടും കൽപ്പിച്ച് പോയി. അപ്പം ഫ്രണ്ടിൽ കുറേ നേഴ്സുമാർ നിൽപ്പുണ്ടായിരുന്നു. നേഴ്സുമാർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് അലൗഡ് അല്ല, ഇവിടെ അങ്ങനത്തെ പെർമിഷൻസ് ഒന്നുമില്ല, നിങ്ങൾ ആരും കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആകെ സങ്കടമായി. അപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരി ഏതോ ഒരു മാനേജറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പിള്ളേർക്ക് ഫോൺ കൊടുക്കുന്ന മാനേജർ പറഞ്ഞു. എന്നിട്ട് പുള്ളി എനിക്ക് ഫോൺ തന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാ, ഇവിടെ അങ്ങനത്തെ പെർമിഷൻസ് ഒന്നുമില്ല, നിങ്ങൾ മരിക്ക് പൊക്കോണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ലൈക്ക് എല്ലാ സൺഡേസും ഞങ്ങൾക്ക് സോഷ്യൽ സർവീസ് ചെയ്യണം, ജസ്റ്റ് 3 hours ഒക്കെ മതിയെന്ന് പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് വാന്ന് പറഞ്ഞു. അങ്ങനെ ഓഫീസിലെ ലൊക്കേഷൻ പറഞ്ഞു തന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും 1 മണിക്കൂറും കഴിഞ്ഞു. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും പുള്ളി ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ട് അവിടെ ഇരിക്കുക. ഞങ്ങൾ സൈഡിൽ നിർത്തി. എന്നിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആകെ ടെൻഷനായി. പുള്ളി പറഞ്ഞു, ഒരു പേപ്പർ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ലെറ്റർ എഴുതണം, ഇതിന് മാനേജറിനെ കാണിക്കണമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ പേടിപ്പിച്ചു. ഞാനത് വള്ളിക്കെട്ട് കേസ് വരണ്ടായിരുന്നു എന്ന് തോന്നലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈക്ക് ഒരാൾ എൻ്റെ റൂമിൽ കയറി വന്നു. അതെൻ്റെ ഫ്രണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ എന്നോട് നേഴ്സിംഗ് പഠിച്ചതാണ്. അപ്പം ഞാൻ പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ ചോദിച്ചു, നീ എന്നോട് ഇവിടെ? സെയിം തിങ് അവൻ എന്നോടും ചോദിച്ചു, നീ എന്നെ ഇവിടെ? അപ്പോൾ അവനെ സൈഡിലോട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എടാ എനിക്ക് സോഷ്യൽ സർവീസ് അല്ലെ സൺഡേസും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാറൊന്നും പെർമിഷൻ തരുന്നില്ല, ഇവരെ പറയുന്നു ഇന്ന ഹൈ അതോറിറ്റിയുടെ പെർമിഷൻസൊക്കെ വേണം. അവൻ പറഞ്ഞു, ഒന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടുത്തെ നേഴ്സിംഗ് ഓഫീസറാണ്, ഞാൻ എല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അവൻ ആരെയോ ഫോൺ വിളിച്ചു, എല്ലാം സെറ്റാക്കി. ഓൺ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ കെയർ ഹോമിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെയുള്ള എല്ലാവരും പരിചയപ്പെടുത്തി തന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചിട്ട് നേഴ്സുമാരടക്കം ഭയങ്കരമായിട്ട് ലൈക്ക് അവരെല്ലാം ലൈക്ക് എന്തോ വലിയ പോയി. കാരണം ഞങ്ങൾ ഓടിച്ചിട്ട് പിള്ളേർ പിന്നെ എഗെയിൻ വന്നല്ലോ, അതും നേഴ്സിംഗ് ഓഫീസറിൻ്റെ കൂടെ. അങ്ങനെ അവിടെയുള്ള എല്ലാവരും പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ സൺഡേസും അവിടെ പോകാൻ തുടങ്ങി. ഞങ്ങൾ ഈ പെർമിഷൻ ഗ്രാൻഡ് ചെയ്ത് പിറ്റേ ദിവസം ഇവൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയി. കാരണം ഇവന് വേറെ സ്ഥലത്ത് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവൻ മാലാഖനെ പോലെ അവിടെ വന്നതാണ്. ഞങ്ങൾക്ക് എല്ലാം പെർമിഷൻസ് തന്നിട്ട് അതിനവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ മൈസൂർ വന്നപ്പം എല്ലാ സൺഡേസും അവിടെ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് മ്യൂസിക് തെറാപ്പി, ഡാൻസ് തെറാപ്പി ഒക്കെ അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനെ ഞാൻ തിരുവല്ലയിലായിരുന്ന സമയത്ത് കുറച്ച് ഹാൻഡിക്യാപ്ഡ് പിള്ളേരുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ എല്ലാ ദിവസവും ഞങ്ങൾ മിക്ക സൺഡേസും വിസിറ്റ് ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ നാട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ എല്ലാ ആഴ്ച പോകും. അപ്പോൾ അപ്പച്ചന്മാർ അമ്മച്ചന്മാർ കുളിപ്പിക്കാൻ പോകും, അവർ ഡ്രസ്സ് അലക്കി കൊടുക്കും, നഖം വെട്ടി കൊടുക്കും, പിന്നെ ഫുഡൊക്കെ വാരി കൊടുക്കും. പിന്നെ വയസ്സായതുകൊണ്ട് ഈ പ്രഷറും ഷുഗറൊക്കെ ഒരു സ്കെഡ്യൂൾ പോലെ എല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവർക്കും ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കുറേ ചെയ്യലുണ്ട്. അതായത് ഞാൻ ചിലപ്പോൾ റോഡിൽ നടന്നു പോകുമ്പോൾ സ്ട്രീറ്റിലൊക്കെ കൃപാസമാധാനം പത്രമൊക്കെ ഇങ്ങനെ കീറി വലിച്ച് കളഞ്ഞ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം പറക്കി ഞാൻ സൂക്ഷിച്ച് വെക്കും. ഡസ്റ്റ്ബിന്നിൽ നിന്ന് എനിക്ക് കുറേ കൃപാസം പത്രം കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. പിന്നെ ഇതുപോലെ പള്ളിയിൽ പോയപ്പം ഒരു സെറ്റ് പത്രം ചുമ്മാ അവിടെ ഇരിക്കുന്നു, അതൊക്കെ എടുത്ത് ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും ഡെയിലി ബ്രെഡും ഡെയിലി കാണും, ഷെയർ ചെയ്യും, എല്ലാം ചെയ്യും. പിന്നെ എനിക്ക് മാതാവിന് ഈശോൻ്റെ ഫോട്ടോസ് ഡെയിലി എനിക്ക് ഫോണിൽ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവരും കാണിക്കും. ലൈക്ക് മാതാവ് ഇനി തന്നു പറയുമ്പം അങ്ങനെ കുറേ പേരുടെ വിശ്വാസം കൂടാൻ തുടങ്ങി. അങ്ങനെ കുറേ പേര് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹം തന്ന നിശോപ്പായ്ക്കും എൻ്റെ അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. പ്രഭാഷകൻ 11:17 കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴുകുന്നില്ല, ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. ഡോണ സാജു എന്ന ഈ മകളുടെ ഉജ്ജ്വലമായ ഈ മരിയൻ ഉടമ്പടി സാക്ഷ്യത്തിൽ നാം ശ്രവിച്ചത് മുഴുവനും ഈ മകൾ എങ്ങനെ എത്രത്തോളം ഉടമ്പടിയെ സ്നേഹിച്ചു ജീവിച്ചു എന്നതിനെക്കുറിച്ചാണ്. മരിയൻ ഉടമ്പടി നമ്മളെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന് ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നൽകി ഞാൻ കൂടെയുണ്ട് എന്ന് നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടിയിലാണോ, ഉടമ്പടിയുടെ നിഷ്കളങ്കത ജീവിതത്തിലുണ്ടോ, അമ്മ മാതാവ് ഒരിക്കലും വിട്ടുമാറാതെ നമ്മുടെ ജീവിതത്തെ സഹായിക്കും. ആ മരിയൻ പ്രസൻസിൻ്റെ സുന്ദരമായ അടയാളപ്പെടുത്തലുകൾ അതാ മകൾ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചത്.
മകൾ പറഞ്ഞു, ഞാൻ ഒരു ദിവസവും തീയതിയും കാലവും തിരഞ്ഞെടുക്കാതെയാണ് ഞാൻ പരീക്ഷകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തത്. പക്ഷേ മാതാവ് എനിക്ക് ഒരുക്കി നൽകിയത് ഓരോ ചൊവ്വാഴ്ച ദിവസങ്ങളായിരുന്നു. എത്ര സുന്ദരമായിട്ട് ആ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിന് ഉടമ്പടി ആഴപ്പെടുന്നതിനും ഉടമ്പടിയിലൂടെ വിജയങ്ങൾ നേടുന്നതിനും പരാജയങ്ങളിൽ ആത്മശക്തിയോടുകൂടി മുന്നേറുന്നതിനും അമ്മ സഹായിച്ചുവെന്ന് മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും വിജയങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.